സുനിത വില്യംസ്, ബുഷ് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരാണ് ആ 4 പേരുമാണ് അവിടെയുള്ളത്. ഇതിൽ കമാൻഡർ നിക് ഹേഗുമായി ഇപ്പോഴും നാസ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. 4 പേരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് തന്നെയാണ് നിക് ഹേഗ് കൺട്രോൾ സ്റ്റേഷനെ അറിയിക്കുന്നത്. വിണ്ണை താണ്ടി മണ്ണിലിതാ അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ നിയന്ത്രണം അമേരിക്കൻ നാവികസേന ഏറ്റെടുത്തു കഴിഞ്ഞു. പേടകം കരയ്ക്ക് അടുപ്പിക്കുന്നതിനുള്ള ദൗത്യമാണ്. ഏതാനും നിമിഷങ്ങൾക്കും തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ കരയ്ക്ക് എത്തിക്കാനാവും പേടകം എന്നാണ് അറിയിക്കുന്നത്. അങ്ങനെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സായ്കുമാർ പേടകം കരയ്ക്ക് അടുപ്പിക്കുമ്പോൾ ഒരു സന്തോഷ പുലരി തന്നെയാണിത്. തീർച്ചയായും നോക്കൂ വിനീത, എത്ര സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര നിമിഷങ്ങളാണ് ഇപ്പോൾ. 17 മണിക്കൂർ നീണ്ട കാത്തിരിപ്പ്, 8 ദിവസത്തെ യാത്രയ്ക്ക് പോയി 9 മാസം ബഹിരാകാശത്ത് തങ്ങി അവിടെ നിന്ന് രക്ഷാ ദൗത്യം, ഇപ്പോൾ മടങ്ങി വരാനുള്ള ദൗത്യം, അത് വിജയ ദൗത്യമായി പരിണമിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. എല്ലാവർക്കും കണ്ണിന് ആനന്ദം പകരുന്നത്. എന്തിനു വേണ്ടിയാണോ ഈ ഉറക്കമിഴിച്ചിരുന്ന് നമ്മൾ കാത്തിരുന്നത്, ആ സുന്ദര നിമിഷം ഇതാ വിജയകരമായി പൂർത്തിയാവുകയാണ്. ഇപ്പോൾ സമുദ്രത്തിൽ വന്ന പേടകത്തിൽ നിന്ന് ഈ യാത്രക്കാരെ, ബഹിരാകാശ യാത്രികരെ, സുനിത വില്യംസ് അടക്കമുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റാനുള്ള കപ്പൽ എത്തുന്നു. അവിടെ നിന്ന് അവരെ മാറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കപ്പൽ കടലിൽ പതിക്കുമ്പോൾ സജ്ജരായിരുന്ന, എല്ലാ തരത്തിലും സജ്ജരായിരുന്ന കപ്പലടക്കം അവിടെ എത്തി ഇവരെ അതിലേക്ക് മാറ്റുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശോധനയും വിശ്രമവുമാണ് ഇനി വേണ്ടത്. വെൽക്കം ഹോം എന്ന് നേരത്തെ പറഞ്ഞ കൗണ്ട് ഡൗൺ ഇനിയാണ്. സ്പ്ലാഷ് ഡൗൺ വളരെ വിജയകരമായി പൂർത്തിയാക്കി. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ പാരച്യൂട്ട് വിടരുന്നതും സമുദ്രത്തിൽ അത് പതിക്കുന്നതും ഇത് തത്സമയം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.